കാലമായിട്ട് 1921 സവർക്കർ ഇന്ത്യൻ മെയിൻലാൻഡിലെത്തി. ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ നിന്ന് VD സവർക്കറും GD സവർക്കറും അങ്ങോട്ട് പോയ അതേ കപ്പലിൽ SS മഹാരാജ എന്ന് പേരുള്ള കപ്പലിൽ കൽക്കട്ടയിൽ പോയത് മദ്രാസ് പോർട്ടിൽ നിന്നാണ്, തിരിച്ചു വന്നത് കൽക്കട്ടയിലേക്കാണ്. പക്ഷേ അവരുടെ തടവ് ശിക്ഷ എടുത്തു കളഞ്ഞിട്ടില്ല, മറിച്ച് അവരെ ഇന്ത്യൻ മെയിൻലാൻഡിലെ ജയിലിലേക്ക് മാറ്റുകയാണ്. വലിയൊരു ആശ്വാസമാണ്. ആൻഡമാനിൽ നിന്ന് ഇന്ത്യൻ മെയിൻലാൻഡിലെ ജയിലിലേക്ക് 1921 ഇവരെത്തുന്നു. കൽക്കട്ടയിൽ ആലിപ്പൂർ സെൻട്രൽ ജയിലിലാണ് 3 ദിവസം ഈ 2 പേരെയും പാർപ്പിച്ചത്, GD സവർക്കറേയും അതുപോലെ തന്നെ VD സവർക്കറേയും. അതിനുശേഷം VD സവർക്കറെ, വിനായക് ദാമോദർ സവർക്കറെ രത്നഗിരി ജില്ലയിലെ ജയിലിലേക്കും GD സവർക്കറെ, ഗണേഷ് ദാമോദർ സവർക്കറെ ബീജാപ്പൂർ, കർണാടകയിലെ ബീജാപ്പൂർ ജയിലിലേക്കും മാറ്റുകയുണ്ടായി. രത്നഗിരി ജയിലിൽ കിടക്കുന്ന കാലത്ത് 1921 സവർക്കർ ഒരു മാപ്പപേക്ഷ കൂടി സമർപ്പിക്കുന്നുണ്ട്. ആ മാപ്പപേക്ഷ സമർപ്പിക്കുന്നത് വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിക്കുന്ന ആ വാർത്ത വരുന്ന വേളയിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സന്ദർശനത്തിൻ്റെ ഭാഗമായി രാഷ്ട്രീയ തടവുകാർക്ക് മോചനം നൽകും എന്ന ഒരു സ്ഥിതിവിശേഷ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് റൂഫസ് ഡാനിയൽ ഐസക്സ് എന്ന് പറയുന്ന അന്നത്തെ വൈസ്രോയിക്ക് മുമ്പാകെ, അന്നത്തെ ഗവർണർ ജനറലിന് മുമ്പാകെ ഈ അപേക്ഷ സവർക്കർ സമർപ്പിക്കുന്നത്. ഈ അപേക്ഷയിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ബാരിൻ ഘോഷിനും അതുപോലെ തന്നെ സചീന്ദ്രനാഥ് സന്യാലിനും ഹേംചന്ദ്രദാസിനുമൊക്കെ മാപ്പ് നൽകി, പൊതുമാപ്പ് നൽകി പറഞ്ഞയച്ച ആ രീതി തന്നിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്ന് സവർക്കർ ആവശ്യപ്പെടുന്നു. ആ കത്തിലും അവരെല്ലാം നേരിട്ട് ചില അട്ടിമറി പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടവരാണെന്നും താൻ അങ്ങനെ ഏർപ്പെട്ടിട്ടില്ലെന്നും തനിക്ക് അവരെക്കാൾ അർഹതയുണ്ടെന്ന, പൊതുമാപ്പ് നൽകി പൊതുമാപ്പ് സ്വീകരിച്ച് പുറത്തു വരാൻ അവരെക്കാൾ അർഹത തനിക്കുണ്ടെന്ന ഒരു വാദം സവർക്കർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കണ്ട ഉദാരനായിട്ടുള്ള തന്നെ വിട്ടില്ലെങ്കിലും മറ്റുള്ളവരെ വിട്ടയച്ചാൽ മതി എന്ന് പറയുന്ന ഉദാരനായ സവർക്കറെ അല്ല നമ്മൾ കാണുന്നത്, മറിച്ച് തന്നെ എങ്ങനെയെങ്കിലും പുറത്തു വിടണമെന്ന് അപേക്ഷിക്കുന്ന, കരച്ചിൽ പോലെ പറയുന്ന സവർക്കറെയാണ് നമ്മൾ കാണുന്നത്. അതിലും സവർക്കർ ഈ പറയുന്ന തരത്തിൽ തനിക്ക് മുസ്ലിങ്ങൾക്കെതിരെ പൊരുതി നിൽക്കാനുള്ള കഴിവുണ്ട് എന്ന് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ മുസ്ലിം വിരോധം എന്ന് പറയുന്നത് ആ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് ഗുണകരമായ ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം മൈത്രി ഒരർത്ഥത്തിൽ സമര രംഗത്ത് അത് വളരെ പ്രകടമാവുന്ന ഘട്ടത്തിലാണ് ഇത് വയ്ക്കുന്നത്. ഖിലാഫത്തിനെതിരെ സവർക്കർ ആ സമയത്ത് രംഗത്ത് വരുന്നുണ്ട്. ഖിലാഫത്തിനെ ആഫത്ത് എന്നാണ് സവർക്കർ വിശേഷിപ്പിക്കുന്നത്. ആഫത്ത് എന്ന് പറഞ്ഞാൽ ആപത്ത് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അതേ അർത്ഥത്തിലാണ് അതിനെ സവർക്കർ വിശേഷിപ്പിക്കുന്നത്. അപ്പം ഖിലാഫത്തിനെ ആഫത്തായിട്ട് വിശേഷിപ്പിക്കുന്നു, ശുദ്ധി പ്രസ്ഥാനം പോലെയുള്ള കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുന്നു. അങ്ങനെ ഒരു മുസ്ലിം വിരുദ്ധത, ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടമാകുന്ന തരത്തിലുള്ള ഒരു മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ആളായിട്ട് സവർക്കർ മാറിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും. അപ്പോൾ വെയിൽസ് രാജകുമാരൻ്റെ സന്ദർശനത്തോടനുബന്ധിച്ച് തന്നെ പുറത്തു വിടുന്ന ആവശ്യപ്പെടുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടി സവർക്കർ ഊന്നി പറയുന്നുണ്ട്. താൻ ഇനി രാഷ്ട്രീയത്തിൽ ഇടപെടില്ല എന്ന് പറയുന്ന ഒരു സംഗതി ഊന്നി പറയുന്നുണ്ട്. എൻ്റെ ബാല്യകാലത്തെ ചപലത മൂലമാണ് ബ്രിട്ടീഷ് വിരുദ്ധനായി തീർന്നത് എന്ന് പറയുന്നു. കാരണം ഞാനിപ്പോൾ മുതിർന്ന മനുഷ്യനാണ്. ഒരാൾ മുതിരുന്നത് പ്രായത്തിൽ മാത്രമല്ല അനുഭവങ്ങളിൽ കൂടിയാണെന്നും സവർക്കർ ഊന്നി പറയുന്നു. എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത് എനിക്ക് കിട്ടാവുന്ന, കരഗതമായി തീരാവുന്ന എല്ലാത്തരം പദവികളും എന്നിൽ നിന്ന് പോവുകയും ഞാനിങ്ങനെ ജയിലിൽ കഴിയുകയും ചെയ്യുന്ന ഒരു ദുരിതാവസ്ഥ വന്നു ഭവിച്ചതിൻ്റെ കാരണം താൻ എടുത്ത തെറ്റായ തീരുമാനമാണ്, ബ്രിട്ടീഷ് വിരുദ്ധത എന്ന തെറ്റായ തീരുമാനമാണ് എന്ന് വീണ്ടും വീണ്ടും സവർക്കർ ആ കത്തിൽ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി മുതൽ കുടുംബത്തോടും കുട്ടികളോടൊപ്പം ജീവിച്ചു കൊള്ളാം,
രാഷ്ട്രീയത്തിൽ ഇടപെടില്ല എന്ന വാക്ക് ഈ കത്തിൽ സവർക്കർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുമ്പാകെ സമർപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പുറത്തു വിടണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഈ കാലമായപ്പോഴേക്കും ബ്രിട്ടീഷുകാർക്ക് സവർക്കറിൽ വിശ്വാസം വന്നു കഴിഞ്ഞു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇന്ത്യൻ മെയിൻലാൻഡിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്, ഇന്ത്യൻ മെയിൻലാൻഡിലെ ജയിലിലേക്ക് ആൻഡമാനിൽ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സവർക്കറുടെ ഈ കത്ത് ഗൗരവത്തിൽ അവർ എടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ GD സവർക്കറും ബീജാപ്പൂർ ജയിലിൽ നിന്ന് ഇത്തരം ഒരു കത്ത് ബ്രിട്ടീഷ് അധികൃതർക്ക് മുൻപാകെ സമർപ്പിക്കുന്നുണ്ട്. ആ കത്ത് പരിഗണിക്കുകയും GD സവർക്കറെ 1922 വിമോചിപ്പിക്കുകയും ജയിലിൽ നിന്ന് പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാർ ഈ ആവശ്യത്തിന് നേരെ പച്ചക്കൊടി കാട്ടി തുടങ്ങി എന്നുള്ളതിൻ്റെ സൂചനയാണത്. GD സവർക്കർ പുറത്തെത്തുന്നു. അതേസമയം VD സവർക്കർ പുറത്തെത്തിയിട്ടില്ല. കാരണം VD സവർക്കറുടെ മേലുള്ള കുറ്റം എന്ന് പറയുന്ന കുറേ കൂടി ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യത്തിലാണ് VD സവർക്കർ ബ്രിട്ടീഷുകാരുടെ രേഖപ്രകാരം ഏർപ്പെട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അവർ വിടുന്നില്ല, അപ്പോഴും പൂർണ്ണമായിട്ട് വിടുന്നില്ല. ആ സമയത്താണ് കുറച്ചുകൂടി ബ്രിട്ടീഷ് അനുകൂലമായിട്ടുള്ള നടപടികൾ തൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി ആവശ്യപ്പെടുന്നു എന്ന തരത്തിൽ അല്ലെങ്കിൽ എന്ന മട്ടിൽ 2 കാര്യങ്ങൾ സവർക്കർ ചെയ്യുന്നത്. ആ 2 പുസ്തകങ്ങളുടെ എഴുത്താണ് സവർക്കർ ജയിലിലിരുന്ന് നിർവഹിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പുസ്തകം മലായിക്ക ത്യാച്ചെ എന്ന മറാത്തി പേരിലാണ് പുറത്തിറങ്ങുന്നത്. അത് പുറത്തിറങ്ങുന്നത് ബാബാറാവുവിൻ്റെ പേരിലാണ്. എന്ന് പറഞ്ഞാൽ GD സവർക്കറുടെ പേരിലാണ് അത് പുറത്തിറങ്ങുന്നത്. ജയിലിലായതുകൊണ്ട് അത് ആദ്യത്തെ കോപ്പി അത് എഴുതിയതായിട്ട് കാണിച്ചിട്ടുള്ളത് ബാബാറാവു എന്ന് വിളിക്കുന്ന ഗണേഷ് ദാമോദർ സവർക്കറാണ്. അതൊരു നോവലായിരുന്നു. ആ നോവലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1921 മലബാർ കലാപമാണ് ആ നോവലിൻ്റെ പ്രമേയം. എന്ന് പറഞ്ഞാൽ മലബാർ കലാപത്തെ മുസ്ലിങ്ങൾ ഒരു തങ്ങളുടെ രാഷ്ട്രം, മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ശ്രമമായി കാണിച്ചുകൊണ്ടാണ് ആ നോവൽ പുറത്തിറങ്ങുന്നത്. അപ്പം അന്ന് സവർക്കർക്ക് കേരളം സന്ദർശിച്ചിട്ട് പോലുമില്ല. അപ്പോൾ വാർത്തകൾ വായിച്ചിട്ടാണ്, പ്രത്യേകിച്ച് മലബാർ കലാപം ബ്രിട്ടീഷ് വിരുദ്ധ കലാപമായതുകൊണ്ട് ബ്രിട്ടീഷുകാർ മലബാർ കലാപത്തെ വർഗീയ ലഹളയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളിൽ ഏർപ്പെടുകയുണ്ടായി എന്ന് നമുക്കറിയാം. മാത്രമല്ല അന്നത്തെ മീഡിയ മുഴുവൻ അന്നത്തെ ഈ മലബാർ കലാപത്തിൻ്റെ ഒരു പ്രത്യേകത, മലബാർ കലാപത്തിൽ കലാപകാരികൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും അവശേഷിച്ചിരുന്നില്ല എന്നാണ്. അതിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവർ കലാപത്തിൻ്റെ ഭാഗമായ ബാക്കിയുള്ളവർ മുഴുവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അങ്ങനെ ഒരു സ്ഥിതിയിൽ ബ്രിട്ടീഷുകാരുടെ ഒരു വേർഷനാണ് കലാപത്തെക്കുറിച്ച് പ്രചരിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ബ്രിട്ടീഷ് വിരുദ്ധത, ഈ കലാപത്തിൻ്റെ ബ്രിട്ടീഷ് വിരുദ്ധത പാടെ ഒളിച്ചു വയ്ക്കുകയും പകരം മുസ്ലിം ഹിന്ദു വർഗീയ കലാപമായി മാത്രം അതിനെ ചിത്രീകരിക്കുകയും ചെയ്തു. അപ്പം അതിനെ കേന്ദ്രീകരിച്ചാണ് ഈ സവർക്കർ ഈ നോവൽ മലായിക്ക ത്യാച്ചെ എന്ന പേരിൽ ഞാൻ എന്തുകൊണ്ട് കരുതിയിരിക്കണം എന്നാണ് അതിൻ്റെ ഒരു ഏകദേശം മലയാള തർജ്ജമ അങ്ങനെ പുറത്തിറക്കുന്നത്. ഇത് പുറത്തിറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെട്ടത്തുനാട് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്, ഒരു സാങ്കല്പിക പ്രദേശമാണ് സവർക്കർ എടുക്കുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഈ ചിത്രീകരണങ്ങൾ നോക്കിയാൽ അറിയാം, പലപ്പോഴും ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളുടെ രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിലെ മലയാള ഗ്രാമങ്ങളെ ചിത്രീകരിച്ചിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അങ്ങനെ വ്യാജമായ ഈ ഗ്രാമചിത്രീകരണം മുതൽ കഥാപാത്ര ചിത്രീകരണം മുതൽ ഒക്കെ വ്യാജമായ തരത്തിൽ ഉള്ളൊരു രീതിയിലാണ്, എന്നാൽ അത് ചരിത്ര സത്യമാണെന്നുള്ള രീതിയിലാണിത് പുറത്തിറക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രത്യേകത, ഗാന്ധി ആദ്യമായി ഒരു കഥാപാത്രമായിട്ട് വരുന്ന നോവൽ ഇതാണ്. ഗാന്ധിയാണ് ഇതിൻ്റെ ഉള്ളിലെ ഒരു വില്ലൻ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ദയനീയ കഥാപാത്രമായിട്ടാണ് ഗാന്ധിയെ ചിത്രീകരിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒറ്റിക്കൊടുക്കുന്ന മഹാനന്ദി എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഗാന്ധിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ മഹാനന്ദി എന്ന് പറഞ്ഞാൽ ഈ വലിയ തരത്തിൽ മുസ്ലിങ്ങളോട് നന്ദി പ്രകടിപ്പിക്കുന്ന ആൾ എന്ന അർത്ഥത്തിലാണ് ആ പേര് സ്വീകരിച്ചിട്ടുള്ളത്. എന്ത് ആട്ടും തുപ്പുമേറ്റാലും മുസ്ലിങ്ങളുടെ കാൽക്കീഴിൽ കിടക്കുന്ന ഒരാളായിട്ടാണ് ഗാന്ധിയെ അതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല ഒരു പ്രത്യേകത, താൻ പിൽക്കാലത്ത് എഴുതാൻ പോകുന്ന ഒരർത്ഥത്തിൽ
ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനപരമായ ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒരാശയതലവും ഇതിനുള്ളിൽ കടന്നു വരുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ആശയതലം എന്ന് പറയുന്നത് ഹിന്ദു വംശീയത ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പണിയാണ് സവർക്കർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ആര്യസമാജമൊക്കെ ആര്യസമാജമൊക്കെ പ്രവർത്തിച്ച ഹിന്ദു സംഘടന, ഹിന്ദു ഐക്യം എന്ന് പറയുന്ന ഒരു ആശയത്തെ ഹിന്ദു വംശീയതയായി വികസിപ്പിക്കുകയാണ് സവർക്കർ ഇതിനുള്ളിൽ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ജാതി വിരുദ്ധം എന്ന് തോന്നുന്ന ചില പ്രസ്താവനകൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഈ മലബാർ കലാപത്തിലെ മാപ്പിള ലഹള എന്നാണ് സവർക്കർ വിളിക്കുന്നത്. ഈ മാപ്പിള ലഹളയിൽ പരിക്ക് പറ്റുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി നഷ്ടങ്ങൾ സഹിക്കുന്ന ഈ ഹിന്ദു സവർണരെ സംരക്ഷിക്കുന്നത് ഹിന്ദു അവർണരാണ്. അപ്പം ആ അർത്ഥത്തിൽ ഈ അവർണർ എന്ന് പറയുന്ന യാഥാസ്ഥിതിക ബ്രാഹ്മണിസം പുറന്തള്ളിയ മനുഷ്യരെ കൂടി ഈ ഹിന്ദു ഫോൾഡിനുള്ളിലേക്ക്, ഹിന്ദു വംശീയതയുടെ ഫോൾഡിനുള്ളിലേക്ക് കൊണ്ടുവരാൻ സവർക്കർ ഇതിൽ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഈ അവർണർ എന്ന് പറയുന്നത് സവർണരെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ്. ബ്രാഹ്മണിസത്തെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ആൾക്കാരായിട്ടാണ് ഇതിനുള്ളിലെ അവർണരെയും ദളിതരെയും ഒക്കെ ചിത്രീകരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് വരാൻ പോകുന്ന ഒരു പുസ്തകത്തിൻ്റെ പിൽക്കാലത്ത് 1923 എഴുതിയ ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒരു ആശയതലം ഈ നോവലിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഈ നോവല് കേരളത്തെ സംബന്ധിച്ച, കേരളത്തിൽ നടന്ന ഒരു ചരിത്ര സംഭവത്തെ ആസ്പദമാക്കി എഴുതിയതാണെങ്കിലും ഇതിന് പ്രചാരം കിട്ടിയത് ഉത്തരേന്ത്യയിലാണ്. ഉത്തരേന്ത്യയിൽ ഈ ഹിന്ദു വംശീയവാദികൾ ഇത് വലിയ പ്രചരണത്തിന്, മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വലിയ പ്രചരണത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അപ്പം ഇതൊരു നോവലാണ്, കൽപ്പിത കൃതിയാണ് എന്നത് മറച്ചു വെച്ചിട്ട് ഇതിനുള്ളിൽ വ്യാജമായി നിർമ്മിച്ചിട്ടുള്ള അക്രമങ്ങളെ മുഴുവൻ ചരിത്ര യാഥാർത്ഥ്യങ്ങളായി ആണ് പലപ്പോഴും ഹിന്ദു വംശീയവാദികൾ നോർത്ത് ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഖിലാഫത്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേജിലെ പ്രധാനപ്പെട്ട ഒരു സമയത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ പൊളിക്കാനുള്ള ഒരു പുസ്തകമായിട്ടാണ്, തകർക്കാനുള്ള ഒരു പുസ്തകമായിട്ടാണ് ഈ മലായിക്ക ത്യാച്ച് ഉപയോഗിക്കപ്പെട്ടത്. തൊട്ടു പിന്നാലെ സവർക്കർ എഴുതിയ പുസ്തകമാണ് ഹിന്ദുത്വ എന്ന പേരിൽ പുറത്തു വരുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത്. കാരണം RSS രൂപം കൊള്ളുന്നത് ഈ പുസ്തകത്തിലെ ആശയങ്ങളെ അവലംബിച്ചാണെന്ന് നമുക്ക് ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ അറിയാൻ പറ്റും. ഈ പുസ്തകവും ജയിലിൽ കഴിയുമ്പോഴാണ് സവർക്കർ എഴുതുന്നത്, 1923 എഴുതുന്നത്. ഹിന്ദുത്വ എന്ന് പറയുന്ന പേരിലാണ് അത് പുറത്തു വരുന്നത്. പിൽക്കാലത്ത് അത് വിപുലീകരിക്കപ്പെട്ടു, പല പേരുകളിൽ പ്രകാശിപ്പിക്കപ്പെട്ടു. ഈ ഹിന്ദുത്വ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരു ചെറിയ പുസ്തകമാണ്, 55 പേജുള്ള ഒരു പുസ്തകമാണ് ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകം. 55 പേജുള്ള ഒരു പക്ഷേ അന്നത്തെ രീതിയിലുള്ള ഒരു മാനിഫെസ്റ്റോ, തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ, താൻ ഇനി പ്രവർത്തിക്കാൻ പോകുന്ന രാഷ്ട്രീയത്തിൻ്റെ മാനിഫെസ്റ്റോ ആയിട്ടാണത് പുറത്തിറക്കുന്നത്. അതിന് 31 ഉപശീർഷകങ്ങളുണ്ട്. ഈ 55 പേജുള്ള ഈ ലഘുലേഖ എന്ന് നമുക്ക് വിളിക്കാം. അതിന് 31 ഉപശീർഷകങ്ങളാണ് ഉള്ളത്. ഈ 31 ഉപശീർഷകങ്ങളിലൂടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അടിത്തറയിടുകയാണ് സവർക്കർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ ഒരു ഹിന്ദു വംശീയ രാഷ്ട്രീയം ഇന്ത്യയിൽ ആദ്യമായി ഉണ്ടാകുന്നു. ഇന്ത്യയിൽ അതുവരെ ഹിന്ദു മുസ്ലിം കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അത്തരം ചില ഏറ്റുമുട്ടൽ, സ്വാഭാവികമായി ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വര രാഷ്ട്രത്തിൽ പലതരം മതങ്ങളും പലതരം ആചാരരീതികളും പലതരം സമീപനങ്ങളും ഒക്കെ ആയിട്ട് ഒന്നിച്ചു കഴിയുന്ന മനുഷ്യർക്കിടയിൽ അതുകൊണ്ട് തന്നെ ഈ വ്യത്യസ്തതകൾ ചിലപ്പോഴെങ്കിലും സംഘർഷത്തിലേക്ക് നയിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഒരർത്ഥത്തിൽ ഈ ഹിന്ദു മുസ്ലിം കലാപം എന്ന് പറയുന്നത് രണ്ട് എതിർചേരിയിലുള്ള രണ്ട് തരം മനുഷ്യർ നടത്തുന്ന ഒരു വലിയ അധികാരത്തിന് വേണ്ടി നടത്തുന്ന ഒരു മത്സരമായി ഒരിക്കലും കരുതപ്പെട്ടിരുന്നില്ല. അപ്പം അങ്ങനെ ഒരർത്ഥത്തിൽ ഇന്ത്യൻ ഫാസിസത്തിൻ്റെ തുടക്കം കുറിക്കുന്ന പുസ്തകമാണ് ഈ 1923 ജയിലിൽ നിന്ന് സവർക്കർ എഴുതിയ ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകം. അപ്പം ആ അർത്ഥത്തിൽ ഹിന്ദു വംശീയ രാഷ്ട്രീയത്തിന് അത് അടിത്തറയിടുന്നു.
മറ്റൊരിടത്ത് അത് ബ്രിട്ടീഷുകാരെ സഹായിക്കുന്നു. ബ്രിട്ടീഷുകാർക്ക് ഹിന്ദു മുസ്ലിം വൈരം മൂർച്ഛിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണമായി, ഉപാധിയായിട്ട് ഈ പുസ്തകം അവർ ഉപയോഗിക്കാൻ തക്ക തരത്തിലുള്ള എഴുത്താണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം അങ്ങനെ ഒരേ സമയം ഇന്ത്യയിലെ ജനങ്ങളെ വംശീയമായിട്ട് വിഭജിപ്പിക്കുകയും അതേസമയം മൂന്നാമതൊരു കക്ഷിക്ക്, ഒരു വൈദേശിക കക്ഷിക്ക്, ഇന്ത്യ ഭരിക്കുന്ന കക്ഷിക്ക് കൂടുതൽ ഊർജം പകരുന്ന പുസ്തകവുമായിട്ടാണ് ഹിന്ദുത്വ പുറത്തു വരുന്നത്. ഈ പുസ്തകവും സ്വന്തം പേരിലല്ല സവർക്കർ ആദ്യം പുറത്തിറക്കുന്നത്. എ മറാത്ത എന്നുള്ള പേരിലാണ് ഈ പുസ്തകത്തിൻ്റെ രചയിതാവിൻ്റെ പേരായി അതിൻ്റെ പുറംചട്ടയിൽ കൊടുത്തിട്ടുള്ളത്. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് സവർക്കറുടെ ബന്ധുക്കൾ തന്നെയാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പം ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ടേം ഒരു പക്ഷേ വ്യാപകമായ രീതിയിൽ ആദ്യമായിട്ടാണ് അത് വരുന്നത്. ഹിന്ദു മതത്തിനെ പ്രതിനിധീകരിക്കാനായി, അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ പ്രവർത്തന രീതിയെ വിശദീകരിക്കാനായി ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരുന്ന പദം ഹിന്ദുയിസം എന്ന് പറയുന്ന പദമാണ്. ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ തത്വശാസ്ത്രങ്ങൾ, ഇതൊക്കെ പ്രതിപാദിപ്പിക്കുന്ന ഹിന്ദു മതത്തിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെ മുഴുവൻ ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു ടേം വെച്ചിട്ടാണ് അന്ന് അതിനെപ്പറ്റി സംസാരിച്ചിരുന്നത്. ഇവിടെ പുതിയൊരു ടേമാണ് സവർക്കർ കോയിൻ ചെയ്യുന്നത്, ഹിന്ദുത്വ. അത് യഥാർത്ഥത്തിൽ സവർക്കർ അല്ല ആദ്യം പ്രയോഗിച്ചതെന്ന് പറയുന്നുണ്ട്. ചന്ദ്രനാഥ് ബസു ആണ് അത് ആദ്യമായിട്ട് പ്രയോഗിച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ചന്ദ്രനാഥ് ബസുവിൻ്റെ പുസ്തകത്തിൽ ആ പദം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു പ്രത്യേക തരത്തിലുള്ള പരികൽപ്പന രൂപം നൽകി അതിനെ വികസിപ്പിച്ചെടുക്കുന്നത് ഹിന്ദുത്വ എന്ന് പറയുന്ന ടെക്സ്റ്റിലാണ്. ആ ടെക്സ്റ്റിൽ പറയുന്ന രണ്ടാമത്തെ ഉപശീർഷകത്തിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യത്തെ ഉപശീർഷകം എന്ന് പറയുന്ന ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് പറയുന്ന ഷേക്സ്പിയറുടെ പ്രശസ്തമായ ഉദ്ധരണി ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സവർക്കറെ സംബന്ധിച്ചിടത്തോളം ഈ ഹിന്ദു വംശീയത എന്ന് പറയുന്ന വ്യാജമായ ഒരാശയം കൊണ്ടുവരണമെങ്കിൽ നമുക്കറിയാം, ഇന്ത്യയിൽ അങ്ങനെ ഒരു വംശീയത ഹിന്ദുവിന്മേൽ ആരോപിക്കാൻ പറ്റില്ല. ആര്യവംശം എന്ന് പറയുന്ന പോലെയോ അല്ലെങ്കിൽ യൂറോപ്യൻ ഫാസിസത്തിൻ്റെ അടിസ്ഥാനമായി വർത്തിച്ചിട്ടുള്ള ഈ റേസിസത്തിന് അതേപടി ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെ വ്യത്യസ്ത ജാതികളായിട്ട് തിരിഞ്ഞു കിടക്കുന്നു. ആര്യനുണ്ട്, അനാര്യനുണ്ട്. ഈ ഹിന്ദു എന്ന് പറയുന്ന ഈ പൊതുനാമത്തിന് കീഴിൽ, പൊതു സംജ്ഞയുടെ കീഴിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്, പലതരത്തിലുള്ള മനുഷ്യർ കൂട്ടങ്ങളുണ്ട്, പലതരത്തിലുള്ള ആരാധനാ രീതികളുണ്ട്, പലതരത്തിലുള്ള ജാതികളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായി കിടക്കുന്ന ഒരുപാട് ജാതികളുടെയും ഗ്രൂപ്പുകളുടെയും ഒരു സമുച്ചയമായിട്ടാണ് ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ അതിനൊരു വംശീയതയുടെ കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമായിരുന്നു. അപ്പം അത് അങ്ങനെ ഒരു വ്യാജമായ വംശീയത സൃഷ്ടിക്കാനാണ് ഈ ഹിന്ദുത്വ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അത് പറയുന്നുണ്ട്, അതിൻ്റെ രണ്ടാമത്തെ ഖണ്ഡത്തിൽ തന്നെ, രണ്ടാമത്തെ ഉപശീർഷകത്തിന് കീഴിൽ തന്നെ പറയുന്നുണ്ട്, ഹിന്ദുത്വ ഈസ് നോട്ട് ഹിന്ദുയിസം, ഹിന്ദുയിസം അല്ല ഹിന്ദുത്വ എന്ന് സവർക്കർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. അത് ഒരു റിലീജിയസ് പ്രോജക്റ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തിയോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും അർത്ഥം പേറുന്ന ഒന്നുമല്ല, മറിച്ച് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. അതൊരു രാഷ്ട്രത്തെയും അതിൽ ജനതയെയും നിർവചിക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ നിർവചിക്കുമ്പോൾ അത് യഥാർത്ഥ ചരിത്രത്തെ മുഴുവൻ വ്യാജ ചരിത്രമാക്കി മാറ്റിക്കൊണ്ട് ഇല്ലാത്തൊരു ചരിത്രത്തെ യഥാർത്ഥ ചരിത്രമായിട്ട് അവതരിപ്പിക്കുകയാണ് സവർക്കർ ഇതിനുള്ളിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഹിന്ദുയിസം അല്ല ഹിന്ദുത്വ എന്ന് പറയുന്നു. ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ഹിസ്റ്ററി ആണെന്ന്, ചരിത്രമാണെന്ന് ഊന്നി പറയുന്നു. ചരിത്രമാണെന്ന് ഊന്നി പറയുമ്പോൾ അതിൻ്റെ ഒരു വിഭാഗം മാത്രമാണ് ഹിന്ദുമതം എന്നും, ഹിന്ദുത്വ എന്ന് പറയുന്ന വലിയ ഗ്രേറ്റർ പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഹിന്ദുയിസം അഥവാ ഹിന്ദു റിലീജിയൻ അഥവാ ഹിന്ദുമതം എന്ന് പ്രത്യേകം എടുത്ത് സവർക്കർ പറയുന്നുണ്ട്. അപ്പം ഹിന്ദുത്വ ഈസ് എ ഹിസ്റ്ററി എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് എന്ത് ഹിസ്റ്ററിയാണെന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. ആ വിശദീകരണം നമ്മൾ സാധാരണ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പലപ്പോഴും ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണിസവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് കാണുക. എന്ന് പറഞ്ഞാൽ പൊതുവേ ഇതിനെ ഒരു മനുവാദ ബ്രാഹ്മണിസം ആയിട്ട് ആണ് നമ്മൾ പലപ്പോഴും സമീപിക്കുക. അതൊരു ചുരുക്കലാണ് എന്ന് ഈ പുസ്തകം വായിച്ചാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനപരമായ മാനിഫെസ്റ്റോ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും.
ഇപ്പൊ മനുവാദത്തില് ബ്രാഹ്മണർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണിസത്തിൽ ബ്രാഹ്മണർക്ക് ജന്മനാലുള്ള പദവിയാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അത് നിർവചിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ വിശ്വാസ സംഹിതയിൽ അങ്ങനെയാണ് അതിന് നിബന്ധിച്ചിട്ടുള്ളത്. ഇവിടെ അതല്ല. ഇപ്പം ചില പുരാണങ്ങൾ പ്രകാരം ബ്രാഹ്മണൻ ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് ജനിച്ചവരാണ്, ദൈവത്തിന്റെ മുഖത്ത് നിന്ന് ജനിച്ചവരാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ദൈവവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദൈവം വരം നൽകിയ ഒരു വിഭാഗമാണ് ബ്രാഹ്മണൻ എന്നാണ് യാഥാസ്ഥിതിക ഹിന്ദുയിസം അല്ലെങ്കിൽ യാഥാസ്ഥിതിക ബ്രാഹ്മണിസം ബ്രാഹ്മണരെ നിർവഹിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ജന്മനാൽ കിട്ടുന്ന ഒരു അവകാശമാണ് മറ്റ് ജാതികൾക്ക്, മറ്റ് ഹിന്ദു ജാതികൾക്ക് മേലുള്ള മേൽക്കോയ്മ എന്ന് പറയുന്ന മട്ടിലാണ് ഈ യാഥാസ്ഥിതിക ബ്രാഹ്മണിസം ബ്രാഹ്മണരെ നിർവഹിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ആ ബ്രാഹ്മണിസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്രാഹ്മണരെ ഒഴിച്ച് മറ്റെല്ലാവരെയും പുറന്തള്ളുക എന്ന് പറയുന്ന ഒരു രീതിയാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളത്. ഇപ്പോൾ താഴെയുള്ള ജാതിക്കാർക്ക് അടുത്ത് ചെല്ലാൻ പറ്റില്ല, ബ്രാഹ്മണന്റെ അടുത്ത് ചെല്ലാൻ പറ്റില്ല, സ്പർശിക്കാൻ പറ്റില്ല, കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ആ തരത്തിൽ ബ്രാഹ്മണരെ ഒരു വരേണ്യ വിഭാഗമായി, കലർപ്പില്ലാത്ത വിഭാഗമായി നിർവചിക്കുകയാണ്. അത് ഐതിഹ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർവചിക്കുകയാണ് യാഥാസ്ഥിതിക ബ്രാഹ്മണിസം ചെയ്തുകൊണ്ടിരുന്നത്. ആ മേൽക്കോയ്മ നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ എല്ലാ തരത്തിലുള്ള ഭരണാധികാരികൾ അംഗീകരിച്ചു വരികയും അങ്ങനെ ചരിത്രപരമായി അവർക്കൊരു മേൽക്കോയ്മ, ഒരു പ്രിവിലേജ്, മുൻഗണന ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ആ രീതിയിലല്ല ഹിന്ദുത്വയെ സവർക്കർ അവതരിപ്പിക്കുന്നത്. സവർക്കർ ഹിന്ദുത്വയെ അവതരിപ്പിക്കുന്ന ഒരു ഹിസ്റ്ററി ആയിട്ടാണ്. അപ്പോൾ തുടങ്ങുന്നത് ചരിത്രത്തിൽ നിന്നാണ്. സവർക്കർ ആര്യൻ തിയറി അംഗീകരിക്കുന്ന ആളാണ്. ആര്യന്മാര് മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്ന് വന്ന ആളുകളാണ്, കടന്ന് പാർപ്പുറപ്പിച്ച ആളുകളാണ് എന്ന് സവർക്കർ സമ്മതിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഐതിഹ്യങ്ങളെ മാറ്റി നിർത്തുകയാണ്. ബ്രഹ്മാവിന്റെ മുഖത്തു നിന്ന് ജനിച്ചു എന്ന മട്ടിലുള്ള ഐതിഹ്യങ്ങളെ മുഴുവൻ നിരാകരിച്ച് ഒരു ഹിസ്റ്റോറിക്കൽ പ്രോജക്റ്റായി, ചരിത്രപരമായ ഒരു പദ്ധതിയായിട്ട് ഹിന്ദുത്വയെ അവതരിപ്പിക്കുകയാണ് ഈ പുസ്തകത്തിൽ സവർക്കർ ചെയ്യുന്നത്. അപ്പൊ ആര്യൻ തിയറി അംഗീകരിക്കുന്നു. ആര്യന്മാർ കടന്നു വന്നിട്ട് ആദ്യം സിന്ധു നദിയുടെ തീരത്ത് വസിക്കുന്നു. അങ്ങനെ വസിച്ച് അവർ ഒരു രാഷ്ട്രരൂപം ആർജിക്കുന്നു എന്നാണ് സവർക്കർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് അന്ന് നാഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒന്നും നിലവിലില്ലെങ്കിൽ പോലും അത് ആനുഭവികമായ ഒരു രാഷ്ട്ര രീതിയിൽ അത് പ്രവർത്തിക്കുന്നു എന്നാണ് സവർക്കർ പറയുന്നത്. അപ്പോൾ അന്ന് ഇവിടെ തദ്ദേശീയരുണ്ടായിരുന്നു എന്ന് സവർക്കർ സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ സവർക്കർ അതിനെ വിദ്യാധരർ, യക്ഷർ, കിന്നറർ എന്നൊക്കെ പറയുന്ന, ഗാന്ധാരർ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ജനവിഭാഗങ്ങളുമായി യാതൊരു തരത്തിലുള്ള സംഘർഷവും ഇല്ലാതെ അവർക്കിടയിൽ കഴിഞ്ഞുകൂടിയാണ് ആര്യന്മാർ ചെയ്തതെന്നാണ് ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകത്തിൽ സവർക്കർ വിവരിക്കുന്നത്. അങ്ങനെ ഇവിടെ വസിച്ചിരുന്ന മനുഷ്യരുടെ മുഴുവൻ മൈത്രി ആർജിച്ചിട്ടാണ് ആര്യന്മാർ ഒരു റിപ്പബ്ലിക്കിന്റെ രൂപം കൈക്കൊള്ളുന്നത് എന്നാണ് ഹിന്ദുത്വയിലെ വിശദീകരണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സിന്ധു നദി തീരത്ത് താമസിക്കുന്നതുകൊണ്ട് സിന്ധുക്കൾ എന്ന് അവരെ വിളിച്ചു തുടങ്ങി. എന്ന് പറഞ്ഞാൽ അവര് ഇവിടെ തന്നെ വസിക്കാൻ നിശ്ചയിച്ചു. അവരിവിടത്തെ തന്നെ ഒരു സമൂഹ നിർമ്മിതിയിലും ഇവിടത്തെ തന്നെ ഒരു രാഷ്ട്ര നിർമ്മിതിയിലും അവർ ഏർപ്പെടുന്നു. അവരെ സിന്ധുക്കൾ നമ്മൾ തദ്ദേശീയ ഭാഷയിൽ വിളിക്കാൻ തുടങ്ങി. പുറമേ ഉള്ളവർക്ക് പലപ്പോഴും സ എന്നത് ഹ എന്ന് ആണ് ഉച്ചരിക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് പേർഷ്യൻ, അറബി ഭാഷകളിൽ സ എന്നത് പലപ്പോഴും ഹ എന്ന് ഉച്ചരിക്കുന്നുണ്ട് അവർ ഹിന്ദുക്കളായിട്ട് തീരുന്നു. അങ്ങനെ സിന്ധുസ്ഥാൻ എന്നുള്ള സപ്ത സിന്ധുക്കളുടെ 7 നദികളുടെ ഇടയ്ക്ക് താമസിച്ചുകൊണ്ട് അവരെ ഹപ്ത ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്നു എന്ന് വരെ ഒരുപക്ഷെ നമുക്കറിയാവുന്ന, ഇന്ന് ഇന്ത്യൻ ചരിത്രം അറിയാവുന്ന ആളുകൾക്ക് ഒരു പരിധി വരെ സമ്മതമായ ഒരു സ്ഥലത്തു നിന്നാണ് സവർക്കർ ആരംഭിക്കുന്നത്. പക്ഷേ ആ സ്ഥലത്ത് നിന്ന് ആരംഭിച്ചിട്ട് അതിൻ്റെ പോക്ക്, പിന്നീട് അതിൻ്റെ ട്രാജക്ടറി എന്ന് പറയുന്നത് മുഴുവൻ വ്യാജമായ ഫേക്ക് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടുകളിൽ കൂടിയാണ് അത് സഞ്ചരിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിൻ്റെതായിട്ടുള്ള മൂലകങ്ങൾ ഉപയോഗിക്കുന്നു എന്ന വ്യാജേന ഒരു ഫാസിസ്റ്റ് തത്വശാസ്ത്രത്തെ നിർമ്മിക്കുകയാണ് ഈ ഹിന്ദുത്വ ചെയ്തതെന്ന് പറയാം. അപ്പം അതുകൊണ്ട് ഈ ഹപ്ത ഹിന്ദുക്കൾ പതുക്കെ അത് മറ്റു സ്ഥലത്തേക്ക് വ്യാപിക്കുന്നു.
മറ്റു സ്ഥലത്തേക്ക് വ്യാപിക്കുമ്പോൾ ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരിത്രമാണ് ഹിന്ദുത്വം എന്ന് വിളിക്കുന്നത്. ഇവരെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ജീവിതാനുഭവത്തെ ആണ് സവർക്കർ ഹിന്ദുത്വം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹിന്ദു അവരിൽ ഉൾച്ചേർന്നിട്ടുള്ള ഹിന്ദുത്വം എന്ന് പറയുന്ന ആശയം കുറച്ച് കഴിയുമ്പോൾ പോകുന്നുണ്ട്, മറവിയിൽ ആടുന്നുണ്ടെന്നും സവർക്കർ പറയുന്നുണ്ട്. അവരെ പലപ്പോഴും കുരുക്കൾ എന്ന് വിളിക്കുന്നുണ്ട്, കാശികൾ എന്ന് വിളിക്കുന്നുണ്ട്, വൈദേഹർ എന്ന് വിളിക്കുന്നുണ്ട്. ഓരോ സ്ഥലത്ത് അവർ വ്യാപിക്കുന്നതിനനുസരിച്ച് അവരുടെ രാഷ്ട്രസങ്കല്പം വലുതായിട്ട് വരുന്നു. പതുക്കെ പതുക്കെ സിന്ധു സമതലത്തിൽ നിന്ന് അവരുടെ രാഷ്ട്രത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്ന ഗംഗാ സമതലത്തിലേക്ക് മാറ്റപ്പെടുന്നു. അവരെ പല വിഭാഗങ്ങളായിട്ട് കാണുന്നു. പക്ഷേ അന്തർലീനമായി അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു ആശയം അവിടെ തന്നെ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ സവർക്കർ പുതിയൊരു ചർച്ച കൊണ്ടുവരുന്നുണ്ട്. എന്താണ് ഈ നാടിനെ, ഇവരുടെ ഈ നാടിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ സവർക്കർ നമുക്ക് മുന്നിൽ ഡിസ്കഷൻ എന്നുള്ള വ്യാജേന തൻ്റെ ഒരു ഹിന്ദുത്വ ഫാസിസ്റ്റ് ആശയം രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ പല പേരുകളും അവരെ വിളിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുരുക്കൾ, ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കുന്നവരെ കുരുവംശജർ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ വൈദേഹ വംശജർ എന്ന് വിളിക്കുന്നു, കാശി വംശജർ എന്ന് വിളിക്കുന്നു. പക്ഷെ ഇവരൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ആശയത്തെ സംബന്ധിച്ച പേരാണ് ഇവർക്ക് കൊടുക്കേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ കുറെ കഴിയുമ്പോൾ ചില പേരുകൾ, ഇപ്പോൾ ഭാരതവർഷം എന്ന് പറയുന്ന പേര് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ബ്രഹ്മവർഷം എന്ന് പറയുന്ന പേര് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ പാർഷ്യലായിട്ട് മാത്രം ശരിയാവുന്ന, ഭാഗികമായി മാത്രം ശരിയാവുന്ന പേരുകളായിട്ടാണ് സവർക്കർ പറയുന്നത്. അപ്പൊ യഥാർത്ഥ പേര് ഇവർക്ക് എന്തായിരിക്കണം എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഒരു സന്ദർഭത്തിൽ സവർക്കർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഈ ചരിത്രം മുഴുവൻ, ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഭൂപടം നമുക്കറിയാം, ഹിമാലയം തൊട്ട് ഇന്ത്യ സമുദ്രം വരെ നീണ്ടു കിടക്കുന്ന ഒരു ഭാഗമാണ്. ഇതിൽ സൗത്ത് ഇന്ത്യയിലേക്ക് ഈ ചരിത്രത്തെ വ്യാപിപ്പിക്കാൻ സവർക്കർക്ക് സാധിക്കുന്നില്ല. സാധിക്കുമായിരുന്നു. ഇപ്പം സൗത്ത് ഇന്ത്യയെ പറ്റിയുള്ള, അല്ലെങ്കിൽ ഭാരതത്തെ പറ്റിയുള്ള എന്തെങ്കിലും പരാമർശം നേരത്തെ പറഞ്ഞ ഈ പുരാണങ്ങളിലോ സ്മൃതികളിലോ ശ്രുതികളിലോ അല്ലെങ്കിൽ ചരിത്രം എന്ന് വിളിക്കുന്ന കെട്ടുകഥകളിലോ ഒക്കെ എവിടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് ഉപയോഗിക്കാമായിരുന്നു. സവർക്കറെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തരത്തിലുള്ള സൈദ്ധാന്തികവും താത്വികമായിട്ട് മാത്രമല്ല പ്രാവർത്തികമായിട്ട് ഈ ഫാസിസ്റ്റ് പ്രവർത്തന രീതി ആവിഷ്കരിക്കുന്നതിന്, ഒരു ദേശം, ഹിന്ദുത്വ ദേശം ആവിഷ്കരിക്കുന്നതിന് വലിയ തടസ്സമായിട്ട് തീരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ സൗത്തിലേക്ക് വന്നിട്ടുള്ള ആര്യന്മാരെ ചരിത്രത്തിൽ നിന്ന് കണ്ടെടുക്കാൻ സവർക്കർക്ക് സാധിക്കുന്നില്ല. അപ്പോഴാണ് രാമായണം എന്ന് പറയുന്ന പുസ്തകം സവർക്കറുടെ കണ്ണിൽ പെടുന്നത്. അപ്പോൾ ഈ രാമൻ എന്ന് പറയുന്ന ഐതിഹ്യ കഥാപാത്രത്തെ, ഒരു പുരാണത്തിലെ കഥാപാത്രത്തെ എടുത്ത് ചരിത്ര നായകനാക്കുകയാണ് സവർക്കർ ചെയ്യുന്നത്. തൻ്റെ സങ്കല്പം, ഹിന്ദു വംശീയ സങ്കല്പത്തെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐതിഹ്യ കഥാപാത്രത്തെ എടുത്ത് ചരിത്രപുരുഷനാക്കുക എന്ന് പറയുന്ന അതിവിചിത്രമായിട്ടുള്ള ഒരു മാർഗമാണ് ഹിന്ദുത്വയിൽ സവർക്കർ അവലംബിക്കുന്നത്. അപ്പൊ രാമനാണെങ്കിൽ തെക്കോട്ട് വന്നിട്ടുണ്ട്, തെക്കോട്ട് ഇറങ്ങി ലങ്ക വരെ പോയി തിരിച്ചു വന്നു എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ രാമായണം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ പ്രത്യേകത, ആ സാഹിത്യ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത, അത് തെക്കനേഷ്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും വ്യാപകമായി പ്രചരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഈ രാമകഥ എന്ന് പറയുന്നത്. അതിനെപ്പറ്റിയൊക്കെ എ കെ രാമാനുജനെ പോലെയുള്ള വലിയ മനീഷികൾ, വലിയ പണ്ഡിതര് അതിൻ്റെ വ്യാപനത്തെ പറ്റിയൊക്കെയുള്ള വലിയ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 300 രാമായണാസ് എന്ന് പറയുന്ന 5 എക്സാമ്പിൾസ് ആൻഡ് 3 ഒബ്സർവേഷൻസ് ഓൺ ട്രാൻസ്ലേഷൻ എന്നുള്ള പേരിൽ എ കെ രാമാനുജന്റെ വലിയ ഉജ്ജ്വലമായ ഒരു പ്രബന്ധം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഈ രാമകഥ എന്ന് പറയുന്ന കഥ ഓരോ ദേശത്തേക്ക് സഞ്ചരിക്കുമ്പോഴും എങ്ങനെ അത് മാറി മാറി വരുന്നു എന്നുള്ള കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അതിനൊരു കേന്ദ്ര ടെക്സ്റ്റ് ഇല്ല, കേന്ദ്ര പാഠമില്ല, മറിച്ച് ഓരോരോ ദിശയിലേക്ക് പോകുമ്പോഴും അത് വ്യത്യസ്തമായ നരേറ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന പുസ്തകമാണ്. നമ്മുടെ ചർച്ച അതല്ലാത്തത് കൊണ്ട് അതിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു വികേന്ദ്രീകൃതമായിട്ടുള്ള കഥയാണ് എന്ന ആശയത്തിൽ നിന്നുപരിയായി സവർക്കർ പുതിയൊരു വെർഷൻ ഉണ്ടാക്കുകയാണ്. സവർക്കർ പറയുന്നത്, ഇപ്പം നമുക്ക് രാമായണത്തിൽ നമുക്കറിയാവുന്ന കാര്യം, രാമൻ
തെക്കോട്ട് വരുന്നത് സീതയെ അന്വേഷിച്ചിട്ടാണ്. രാവണൻ സീതയെ അപഹരിച്ച് കൊണ്ടുപോയതിന് ശേഷം സീതയെ അന്വേഷിച്ചുള്ള യാത്രയിലാണ് തെക്കൻ പ്രദേശത്ത് വിന്ധ്യന് തെക്കോട്ട് രാമൻ വരുന്നത്. അത് കഴിഞ്ഞ് ലങ്കയിൽ ചെന്നിട്ട് രാവണനുമായി ഏറ്റുമുട്ടി സീതയെയും കൊണ്ട് അയോധ്യയിലേക്ക് മടങ്ങാണ് ചെയ്യുന്നത്. ഇതിനെ സവർക്കർ വിശദീകരിക്കുന്നത് ആര്യനായ ഒരു രാജകുമാരൻ തെക്കോട്ട് ലങ്ക വരെ പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്നു. ഈ സീതയെ വീണ്ടെടുക്കുന്നതോ അല്ലെങ്കിൽ രാവണനായിട്ട് യുദ്ധം ചെയ്യുന്നതോ ഒന്നും അല്ല സവർക്കറുടെ ആഖ്യാനത്തിലെ കേന്ദ്രം എന്ന് പറയുന്നത്. മറിച്ച് ആര്യനായ ഒരാൾ ഈ തെക്കൻ ഇന്ത്യൻ പ്രദേശത്തേക്ക് ഇറങ്ങി വരുന്നു, അങ്ങേയറ്റം വരെ പോകുന്നു, തിരിച്ചു വരുന്നു. തിരിച്ചു വരുമ്പോൾ പോയ ആളല്ല തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് വിഭീഷണന്റെ മൈത്രിയുണ്ട്, ഹനുമാന്റെ മൈത്രിയുണ്ട്, സുഗ്രീവന്റെ മൈത്രിയുണ്ട്. എന്ന് പറഞ്ഞാൽ ദക്ഷിണാത്യരുടെ മൈത്രി ആർജിച്ച് ഈ ആര്യൻ രാജകുമാരൻ തിരിച്ചു വരികയാണ്. അതുകൊണ്ട് സവർക്കർ പറയുന്നു, ഈ രാജകുമാരൻ അയോധ്യയിൽ തിരിച്ചെത്തിയ ദിവസം അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ അധികാരത്തിന്റെ വെൺകൊറ്റക്കുട വിടർന്ന നാൾ, അന്നാണ് ഹിന്ദുത്വത്തിന്റെ പിറന്നാൾ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സവർക്കർ പറയുന്ന ഈ ഹിസ്റ്ററി, ആര്യന്റെ ചരിത്രം ഒരർത്ഥത്തിൽ അനാര്യരിലേക്ക് വ്യാപിപ്പിക്കുന്നു. തെക്കേ ഇന്ത്യയിലെ ദക്ഷിണ പ്രദേശത്തെ അനാര്യരിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു. അങ്ങനെ ഈ ആര്യൻ റിപ്പബ്ലിക് എന്ന് പറയുന്നത്, ഹിന്ദുത്വ റിപ്പബ്ലിക് എന്ന് പറയുന്നത് അനാര്യരെ കൂടി ഉൾക്കൊള്ളുന്ന ഒന്നായി ഇന്ത്യ മഹാസമുദ്രം വരെയും അതിനപ്പുറത്ത് ലങ്ക വരെയും വ്യാപിക്കുന്ന ഒന്നായി തീരുന്നു എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ തിസീസാണ്, ഒരു ഫേക്ക് തിസീസാണ് സവർക്കർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ അതുകൊണ്ട് രാമൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അയോധ്യ പ്രശ്നത്തിലൂടെ വീണ്ടു കിട്ടിയ ഒന്നല്ല. മറിച്ച് ഇങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്ര സമ്പൂർത്തീകരണത്തിന് ഈ അനാര്യരായ ദക്ഷിണാത്യരെ, അനാര്യരായ തെക്കൻ ഇന്ത്യൻ ജനങ്ങളെ ഉൾക്കൊള്ളണമെങ്കിൽ, ഈ പ്രദേശത്ത് ഉൾക്കൊള്ളിക്കണമെങ്കിൽ ഇങ്ങനെ ഒരാൾ വേണം. ഇങ്ങനെ ഒരാൾ ഐതിഹ്യം കഥാപാത്രം മാത്രമേ ഉള്ളൂ. ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കിട്ടില്ല. തെക്കേ ഇന്ത്യയിൽ ചെന്ന് നിങ്ങൾ മുഗളരെ പറ്റി, മുഗളര് ഹിന്ദുക്കളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ സംസാരിച്ച തെക്കേ ഇന്ത്യക്കാർക്ക് യാതൊരു വികാരവുമില്ല. കാരണം മുഗളര് ഈ തെക്കേ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിന് പുറത്തു കിടക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ മുഹമ്മദ് ഗോറി ആക്രമിച്ചു, മുഹമ്മദ് ഗസ്നി സോമനാഥ ക്ഷേത്രം ആക്രമിച്ചു എന്നൊക്കെ പറയുന്ന ഈ രക്തം തിളപ്പിക്കുന്ന ഒരു കാര്യവും തെക്കേ ഇന്ത്യ ചെലവാവില്ല. അപ്പൊ അതുകൊണ്ട് തെക്കേ ഇന്ത്യയെ ഉൾപ്പെടുത്തണമെങ്കിൽ ഈ ആര്യനായ ഈ പറയുന്ന ഐതിഹ്യ കഥാപാത്രത്തിനെ ഈ ചരിത്രത്തിലേക്ക്, ഹിന്ദുത്വയുടെ ചരിത്രത്തിലേക്ക് ഉൾപ്പെടുത്തണം. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന്, അങ്ങനെ ഓരോ ഘട്ടത്തിലും വ്യാജമായ കാര്യങ്ങൾ കൊണ്ടുവന്ന് പുതിയൊരു ഇന്ത്യ ചരിത്രം രൂപപ്പെടുത്താണ്. അപ്പൊ ആ പുതിയ ഇന്ത്യ ചരിത്രം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കീഴ്പ്പെടുത്തുന്നത്, സ്വാതന്ത്ര്യ സമരം, ഇതൊന്നുമല്ല അതിൻ്റെ ഉള്ളിലുള്ളത്. മറിച്ച് അതൊരു ഹിന്ദു ചരിത്രമാണ്. ഈ ഹിന്ദു എന്ന് പറയുമ്പോൾ യാഥാസ്ഥിതിക ഹിന്ദു പറയുന്ന ഒന്നല്ല. യാഥാസ്ഥിതിക ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഡിഫൈൻ ചെയ്യാൻ പ്രയാസമാണ്. അതിനെ പൊളിറ്റിക്കലായിട്ട് ഡിഫൈൻ ചെയ്യാൻ, ഹിന്ദു ആരാണ് ഹിന്ദു എന്നുള്ളതിനെ പൊളിറ്റിക്കലായിട്ട് ഡിഫൈൻ ചെയ്യാൻ സവർക്കർക്ക് മുമ്പും ആൾക്കാർ ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് ബ്രാഹ്മണ രാഷ്ട്രീയത്തിന്റെ ഒരു ഘട്ടത്തിൽ സവർക്കറുടെ ഗുരുനാഥനായിട്ടുള്ള തിലക്കാണ് അതിന് ശ്രമിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത്. അപ്പൊ തിലക്ക് അവസാനം ഹിന്ദുവിനെ നിർവചിക്കുന്നത് സ്മൃതി ശ്രുതി പുരാണോക്ത എന്ന അർത്ഥത്തിലാണ്. സ്മൃതിയിലും ശ്രുതിയിലും പുരാണങ്ങളിലും എന്ത് പറയുന്നുവോ അതുമായി ബന്ധപ്പെട്ട ജനതയാണ് ഹിന്ദു ജനത എന്നുള്ള രീതിയിൽ ഒരർത്ഥത്തിൽ സവർക്കർക്ക് ഒരു വഴിമരുന്ന് ഇടുന്നുണ്ട്, ഹിസ്റ്റോറിക്കലാക്കി മാറ്റുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഐതിഹ്യത്തിന്റെ പാതയിൽ നിന്ന് മാറ്റി അതിനെ ഹിസ്റ്റോറിക്കലായിട്ട് ഡിഫൈൻ ചെയ്യാൻ, ചരിത്രപരമായി ഡിഫൈൻ ചെയ്യാൻ, ഫേക്ക് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു ശ്രമം തിലക് നടത്തുന്നുണ്ട്. അതിനെയാണ് ഹിന്ദുത്വയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഹിന്ദുത്വയിൽ വരുമ്പോൾ സ്മൃതി ശ്രുതി പുരാണോക്ത ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല യഥാർത്ഥത്തിൽ ഹിന്ദുത്വ എന്ന് പറയുന്ന രീതിയിൽ അത് ഡിഫൈൻ ചെയ്യുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടി വിശാലമായ ഡെഫിനിഷൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ സവർക്കർക്ക് ഇതിലൊക്കെ നേരിടേണ്ടി വരുന്നത്, ഇപ്പോൾ ബുദ്ധമതം പോലെയുള്ള ഒരു വലിയ മതം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ മതം യഥാർത്ഥത്തിൽ ഈ യാഥാസ്ഥിതിക ബ്രാഹ്മണിസത്തെ അങ്ങേയറ്റം കർക്കശതയോടെ നേരിട്ടതാണ്. താത്വികമായി നേരിട്ടു, പ്രായോഗികമായിട്ടും നേരിട്ടു. അഹിംസ പോലെയുള്ള വലിയൊരാശയത്തെ അത് ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമായി, ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് അവതരിപ്പിച്ചു. അപ്പൊ ഈ ബുദ്ധിസത്തിനെ ഒക്കെ നേരിടുന്ന ഒരു ഹിന്ദുത്വയെ,
അല്ലെങ്കിൽ ബുദ്ധിസത്തിൻ്റെ അഹിംസയെ നേരിടുന്ന ഒന്നായിട്ട് ഈ ഹിന്ദുത്വത്തെ വളർത്തുന്നുണ്ട്. അതും നമ്മൾ ഇതുണ്ടായ ചരിത്രസന്ധി വളരെ പ്രധാനപ്പെട്ടാണ്.